കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിലെ മുള്ളത്ത് ബിജുവിന്റെ പറമ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം 200ഓളം തേങ്ങയാണ് മോഷണം പോയത്. പറമ്പിൽ വെച്ച് പൊളിച്ചും അല്ലാതെയുമാണ് തേങ്ങ കൊണ്ടുപോയിട്ടുള്ളത്. പറമ്പിലെ ജോലിക്കാരനായ വാവന്നൂർ സ്വദേശി പ്രദീപ് കഴിഞ്ഞ ദിവസം പറമ്പിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. പൊളിച്ചുകൊണ്ടുപോയ തേങ്ങയുടെ ചകിരി പല സ്ഥലങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുകയാണ്. പറമ്പിന്റെ മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നതെന്ന് പ്രദീപ് പറഞ്ഞു. ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലത്ത് ഇവരുടെ തന്നെ ആനയുടെ അഴിച്ചുമാറ്റിവെച്ച ചങ്ങലയും ആനപ്പാപ്പന്മാർ ഉപയോഗിക്കുന്ന പാത്രങ്ങളും കാണാതായിട്ടുണ്ട്. സമീപത്തെ കാരക്കാട്ടയിൽ ജാസ്മിൻ റസാഖിന്റെ പറമ്പിൽ നിന്നും കഴിഞ്ഞ മാസം 150ഓളം തേങ്ങ ഇത്തരത്തിൽ മോഷണം പോയിരുന്നു. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി അനുസ്മരണം നടത്തി. ഹിരോഷിമ നാഗസാക്കി ദിനത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് 80 ദീപങ്ങൾ തെളിയിക്കുകയും യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പ്രധാനാധ്യാപകൻ ജി. ജോർജ് ഉദ്ഘാടനം നിർവഹിച്ച് സമാധാന സന്ദേശം നൽകി. വിദ്യാർത്ഥികൾ ഒന്നിച്ച് സമാധാനത്തിന്റെ പ്രതീകമായ വെള്ളരിപ്രാവിനെ പറത്തി. വിദ്യാർത്ഥികൾക്കായി പ്രസംഗം, കവിത, ക്വിസ്, പോസ്റ്റർ രചന, സഡാക്കോ കോക്ക് നിർമ്മാണം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരുന്നു. അധ്യാപകരായ ഫെമി വർഗീസ്, സിംന സണ്ണി, ജിൻസി പി ജോസ്, നിസ വർഗീസ്, സിസി കെ ടി എന്നിവർ നേതൃത്വം നൽകി. കേച്ചേരിയിൽ ആനയിടഞ്ഞു. ഇന്ന് രാവിലെ 10:45 ഇടഞ്ഞത്. എഴുത്തുപരിക്കൽ പ്രഭാകരൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ ഗംഗാ പ്രസാദാണ് ഇടഞ്ഞത്. രാവിലെ കുളിപ്പിക്കുന്നതിനിടെ കൊമ്പൻ ഇടഞ്ഞോടുകയായിരുന്നു. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലൂടെയാണ് കൊമ്പൻ ഇടഞ്ഞോടിയത്. ഇതോടെ തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. റോഡ് സൈഡിൽ നിർത്തിയിട്ട ബൈക്കുകൾക്ക് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. 11:30 എരനല്ലൂർ പള്ളിക്ക് സമീപത്ത് വെച്ച് ആനയെ തളച്ചു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗുരുവായൂരിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളെ തിരിച്ചറിഞ്ഞു. കുന്നംകുളം കരിക്കാട് സ്വദേശി ദിലീപാണ് മരിച്ചത്. ഗുരുവായൂർ SBI ബാങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം GHS സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന 69ാമത് തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ദിവസം അവസാനിക്കുമ്പോൾ 99 പോയിന്റുമായി സ്പോർട്സ് ഗ്രിഡ് അക്കാദമി 1ാം സ്ഥാനത്തും 62 പോയിന്റുമായി പാറമേക്കാവ് വിദ്യാമന്ദിർ 2ാം സ്ഥാനത്തും 61 പോയിന്റോടെ തൃശൂർ ആൻഡോസ് അക്കാദമി 3ാം സ്ഥാനത്തും കടുത്ത പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് NSSൽ നിന്നും അണ്ടർ 18 ഗേൾസ് വിഭാഗത്തിൽ ലോങ് ജമ്പിൽ VM അശ്വതി ഗോൾഡും, MES അസ്മാബി കോളേജിൽ നിന്ന് അണ്ടർ 18 ബോയ്സ് വിഭാഗം ഡിസ്കസ് ത്രോയിൽ CS മുഹമ്മദ് നിദാഷ് ഗോൾഡും നേടി. ജില്ലയിലെ 90 ക്ലബ്ബുകളിൽ നിന്നും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി 1500 കായിക താരങ്ങൾ ജില്ലാ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. മിനി, ജൂനിയർ, സീനിയർ മീറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിൽ നടക്കുന്നത്. ഓഗസ്റ്റ് 6 മുതൽ 9 വരെയാണ് മത്സരങ്ങൾ. മീറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മികച്ച കായിക താരങ്ങൾക്ക് ഓഗസ്റ്റ് 16 മുതൽ 19 വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ജൂനിയർ മീറ്റിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാം. ഗുരുവായൂർ ക്ഷേത്രമുറ്റത്ത് ആനകളുടെ വിവിധ ഭാവങ്ങൾ ക്യാൻവാസിൽ പകർത്താനെത്തിയത് 2000ഓളം കുരുന്നുകൾ. ലോക ഗജദിനത്തോടനുബന്ധിച്ച് മാതൃഭൂമിയും ഗുരുവായൂർ ദേവസ്വവും ചേർന്ന് നടത്തിയ ആനവര മത്സരത്തിൽ 2000ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി പത്രാധിപർ മനോജ് K ദാസ് അധ്യക്ഷനായി. കളക്ടർ അർജുൻ പാണ്ഡ്യനും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസും മുഖ്യാതിഥികളായി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഗജദിന സന്ദേശം നൽകി. ഗുരുവായൂർ ക്ഷേത്രം മൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ,
ആനവര കോർഡിനേറ്റർ KU കൃഷ്ണകുമാർ, മാതൃഭൂമി പബ്ലിക്കേഷൻ ജനറൽ മാനേജർ KR പ്രമോദ്, സീനിയർ ന്യൂസ് എഡിറ്റർ MK കൃഷ്ണകുമാർ, ദേവസ്വം പബ്ലിക്കേഷൻ മാനേജർ KG സുരേഷ്, PRO വിമൽ G നാഥ്, ദേവസ്വം കലാനിലയം സൂപ്രണ്ട് മുരളി പുറനാട്ടുകര എന്നിവർ സംസാരിച്ചു. കളമെഴുത്താശാൻ മണികണ്ഠൻ കല്ലാറ്റിന്റെ ആനക്കളവും ഉണ്ടായി. കുട്ടികളുടെ ആനവരയ്ക്ക് ശേഷം മുതിർന്ന കലാകാരന്മാരായ KU കൃഷ്ണകുമാർ, M നളീൻ ബാബു, NB ലതാദേവി, ഗിരീഷ് മക്രേരി, TV ഗിരീഷ് എന്നിവരുടെ തത്സമയ വരയും ഉണ്ടായി. 4 കൗണ്ടറുകളിലായിട്ടായിരുന്നു രജിസ്ട്രേഷൻ. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ 1400 കുട്ടികളും 600ഓളം കുട്ടികൾ വെള്ളിയാഴ്ച സമർപ്പണം നടന്ന പുതിയ നടപ്പന്തലിലും ഇരുന്ന് വരച്ചു. മുഴുവൻ മത്സരാർത്ഥികൾക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ വിശേഷ നിവേദ്യമായ ഉണ്ണിയപ്പം നൽകി. കൂടാതെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും വിതരണം ചെയ്തു. സെപ്റ്റംബർ 15-ന് വിജയികളെ പ്രഖ്യാപിക്കും. 27-ന് ഇതേ വേദിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഒരുമനയൂർ അംബേദ്കർ ഗ്രാമത്തിൽ വീട് ഭാഗികമായി കത്തിനശിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. കുറുപ്പൻ ജാനുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. TV ഉൾപ്പെടെയുള്ള വൈദ്യുതോപകരണങ്ങൾ, മറ്റ് ഗൃഹോപകരണങ്ങൾ, വസ്ത്രം എന്നിവ കത്തിനശിച്ചു. റേഷൻ കാർഡും മറ്റു രേഖകളും കത്തിനശിച്ചതിൽപ്പെടുന്നു. ഇതേസമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. നാട്ടുകാരെത്തി തീയണച്ചു. വിവരമറിഞ്ഞ് BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട് സന്ദർശിച്ചു. BJP ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി, BJP ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് കല്ലായിൽ, സെക്രട്ടറി ഷനീൽ, പ്രവർത്തകരായ മോഹനൻ കെട്ടരപ്പാട്ട്, ഹരിദാസ്, അജു എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. ഒരുമനയൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കുടം കമിഴ്ത്തി കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന കുത്തിയിരിപ്പ് സമരം പ്രതിപക്ഷ നേതാവ് KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ K ആഷിദ, നഷ്റ മുഹമ്മദ്, ആരിഫ ജുഫയർ, UDF ഭാരവാഹികളായ ഹമീദ് ഹാജി, നിഷാദ് മാളിയേക്കൽ, VP അലി, PV നൌഷാദ്, നിയാസ് അഹമ്മദ്, EV ജോയ്, ഹിഷാം കപ്പൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുപ്പിവെള്ളത്തിന് പരിഹാരം കാണാത്ത പ്രസിഡന്റിന്റെ ധിക്കാരം അവസാനിപ്പിക്കുക, മഴക്കാലത്ത് പോലും കുടിവെള്ളം കൊടുക്കാൻ സാധിക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, പഞ്ചായത്തിലെ അധികാരികൾ കണ്ണു തുറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വിഷയത്തിൽ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകി. ഒരുമനയൂർ ദേശീയപാതയിൽ പൊട്ടിയ കുടിവെള്ള പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചുവെന്ന് അറിഞ്ഞിട്ടും ഇന്ന് UDF ജനപ്രതിനിധികൾ നടത്തിയത് സമരാഭാസമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ള പ്രശ്നത്തിന് കാരണം. കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് ജനപ്രതിനിധികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും NH അധികൃതരെയും വിളിച്ചുവരുത്തി നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. ഇന്നലെ വൈകിട്ടോടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനപ്രതിനിധികൾ മനഃപൂർവ്വം ഇന്ന് സമരം ചെയ്തതെന്ന് വിജിത സന്തോഷ് പറഞ്ഞു. പൈപ്പ് പൊട്ടിയ വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള കലഹവും തുടരുകയാണ്. ഇതിനിടയിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നതിനായി കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളതെന്നും വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്നും വിജിത സന്തോഷ് പറഞ്ഞു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ വാർഷികാഘോഷവും പൊതുസമ്മേളനവും നടന്നു. അലിക്കാനഗർ കുന്നംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ PG ജയപ്രദീപ് മുഖ്യാതിഥിയായി. സംസ്ഥാന ട്രഷറർ VK നസീർ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ പ്രസിഡന്റ് NA ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ മേഖലാ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം നഗരസഭാ അതിർത്തിയിൽ 2025 SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾ